നമുക്ക് കഴിഞ്ഞ ദിവസം കയറി മീനും ചെമ്മീനൊക്കെ കിട്ടിയപ്പോൾ രണ്ടും ഐറ്റം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഐറ്റം ഉള്ളത് നമ്മൾക്ക് കടൽ വറ്റിയാണ്. കടൽ വറ്റിയും വെച്ചിട്ട് നമ്മൾക്ക് ഇന്നൊരു നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമുക്ക് അടിപൊളി ഒരു കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പുത്തൻ കാലം ഉണ്ടാകും നമ്മളുടെ വീട്ടിൽ. ഈ ചട്ടിയും കാലമൊക്കെ ഗ്യാസ് അടുപ്പത്ത് വെച്ച് എല്ലാം പൊട്ടിപ്പാളിസായി പോയേക്കായിരുന്നു. അപ്പോഴാണ് ഒരു പെരുന്നാളൊക്കെ നേരത്തിന് സമയത്ത് നമ്മളൊരു കലവും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുത്തൻ കലം വെച്ചിട്ട് ഞാൻ മീൻ കറി വെക്കാമെന്ന് ഓർത്തപ്പോഴാണ് നമ്മൾക്ക് വീട്ടിൽ വെളിച്ചെണ്ണയില്ല. മാസാവസാനമൊക്കെ ആകാറായില്ലേ. ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ആവട്ടെ, മീൻ കറിക്ക് വെക്കാൻ വെളിച്ചെണ്ണയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കറി വെക്കും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. നമ്മൾ മീൻ വറുത്തിട്ടാണ് കറി വെക്കണത്. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇരുന്ന് വെച്ചതൊക്കെ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വറുത്ത വെളിച്ചെണ്ണ തന്നെ നമ്മൾക്ക് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് ഊറ്റി നമുക്ക് ആ വെളിച്ചെണ്ണ ആദ്യം ഇങ്ങോട്ട് പകർത്തി മാറ്റിയിട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് നല്ല പോലെ ഒന്ന് വഴറ്റാട്ടാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്ത കാരണം വിഷമിക്കണ്ട. ഒരു മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള വേഗം വഴണ്ടോളും. വെളിച്ചെണ്ണ ഇല്ലെന്നും പറഞ്ഞിട്ട് വെറുതെ നമ്മൾ സമയം പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. അതൊന്ന് മൂടി വെച്ച് 2-3 നേരം കുറച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടിക്കിട്ടും. പിന്നെ നമ്മുടെ പുത്തൻകാലം മയക്കണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ചട്ടി ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പത്ത് ചട്ടി വെക്കുമ്പോൾ പൊട്ടൂലട്ടാ. ചെറിയൊരു ടിപ്പ് ഞാൻ എൻ്റെ ഇടയിൽ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടാ. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴണ്ടി വന്നു കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മുളക് പൊടി, കുറച്ച് കൂടുതലധികം മല്ലിപ്പൊടി ഇതൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി നല്ല സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മളുടെ 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണം നമ്മളുടെ മീനൊക്കെ നിരത്തി ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം സെറ്റായി നല്ലോണം തേങ്ങാപ്പാലൊക്കെ നല്ല കുടിച്ച് വറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ 1ാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ചോർക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഒഴിഞ്ഞാൽ മീൻ കറി റെഡിയാണ് കേട്ടോ. എൻ്റെ അനുചേട്ടന് ഏറ്റവും ഫേവറേറ്റ് മീൻ കറി ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ടാകും. ഇനിയിപ്പോൾ ചോറ് തികയോ എന്നൊക്കെ കണ്ടറിയേണ്ടി വരും. ആക്കടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഈ ഒരു മീൻ കറി കണ്ടു കഴിയുമ്പോൾ. ആ മുഖത്ത് വഞ്ഞ ആ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടായാലും എത്ര പാതിരാക്കാണെന്നുണ്ടെങ്കിലും മീൻ കൊണ്ടുവന്ന് തരുമ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ആൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കണത്. ഇന്നിപ്പോൾ ആളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹാപ്പി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ നമ്മുടെ മീൻ കറി ഏകദേശം സെറ്റാണ് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഇല്ലാണ്ട് മീൻ കറി വെച്ച് കണ്ടില്ലേ നിങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാണ്ട് മീൻ കറി വെക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ.